ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്യ ഈ പ്രേമയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മേലാൽ എൻ്റെ മോളെക്കുറിച്ചോ എൻ്റെ ഭർത്താവിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ പറയാനായിട്ട് പാടില്ല. പിന്നെ സ്വരമോളെ എന്തെങ്കിലും സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അതോടെ അവസാനിക്കും. ഇത് കേട്ട പ്രേമയ്ക്കാണെങ്കിൽ കലി വരികയാണ്. ഞാൻ പറയുമെന്നൊക്കെ. മമ്മേ, എന്നെ കൊണ്ട് ചുമ്മാ ഒന്നും പറയിപ്പിക്കാനായിട്ട് നിൽക്കണ്ട, നിങ്ങളോട് മിണ്ടരുതെന്നാ പറഞ്ഞത്. ഇനിയും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് പാടില്ല. ഈ നിമിഷം തന്നെ ഞാൻ എൻ്റെ ഭർത്താവും കുഞ്ഞിനായിട്ട് ഇറങ്ങിപ്പോകും. അത് വേണ്ടെങ്കിൽ മമ്മി മിണ്ടാതിരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒച്ചപ്പാണ്ടാക്കിയാണ്. അപ്പോഴാണ് അനിരുദ്ധ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം അനിരുദ്ധ പറയുകയാണ്, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? നിങ്ങൾ എന്തിനാണ് ഒരു കുടുംബം ഇങ്ങനെ തകർക്കാനായിട്ട് നോക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടാനായിട്ട് പോകുന്നത്? ഇപ്പോൾ അനന്യയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞു. അവൾക്ക് എന്നെയോ കുഞ്ഞിനെയോ പിരിയാനുള്ള താല്പര്യമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, നീ പോടാ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും നടക്കും. നീയൊക്കെ എൻ്റെ മോളുടെ മനസ്സ് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. നിന്നെ ഉപേക്ഷിക്കണമെന്ന് എൻ്റെ മോള് തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പം അവള് മാറ്റി പറയുന്നു. അതിനുള്ള കാരണമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ നിന്റെ മനസ്സിലിപ്പോഴുള്ള കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ലടാന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രേമ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പ്രേമ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധാണെങ്കിൽ അനന്യെ, മമ്മി പറയുന്നൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ ആര് കാര്യമാക്കാൻ പോകുന്നു അനിരുദ്ധെ? മമ്മി ഇതെല്ലാം ഇതിനപ്പുറവും പറഞ്ഞുണ്ടാക്കും. എൻ്റെ മോളെക്കുറിച്ചും പറയുന്നത് കേട്ടില്ലേ? അവളെൻ്റെ സ്വന്തം മോളല്ല പോലും. അവളെൻ്റെ സ്വന്തം മോളായിട്ട് തന്നെയാണ് ഞാൻ അവളെ വളർത്തുന്നത്, അവളെ സ്നേഹിക്കുന്നത്, അവളെ താലോലിക്കുന്നത്. ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും ഞാൻ ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യവും അനന്യ പറയണം. അപ്പം അനന്യയുടെ ആ ഒരു വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധിനും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ഇവർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ പൂജയും സരസ്വതിയമ്മയും ഇവരുടെ ഫംഗ്ഷന് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തിരിക്കുകയാണ്. അപ്പോൾ സുമിത്ര വന്നു കഴിഞ്ഞപ്പോഴേക്കും പൂജയോട് കാര്യങ്ങളെല്ലാം പറയാണ്, ഞാൻ ശീതളിൻ്റെ വീട്ടിൽ പോയായിരുന്നു, അവൾക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് മോളെ. ഇനി സച്ചിൻ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അമ്മ, ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ശീതളേച്ചിയുടെ കാര്യം നമുക്ക് നോക്കാം. പക്ഷേ ശീതളേച്ചി സച്ചിൻ ചേട്ടനെ വിട്ടു വരാനായിട്ട് തയ്യാറല്ല. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി അന്വേഷിക്കാവുന്നതേ നമുക്ക് നേരമുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഏതായാലും നമുക്ക് പങ്കജിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് പോകണം. അവിടെ എന്താണ് നടക്കുന്നത്, ഏതാണ് നടക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തിയല്ലേ മതിയാവുള്ളൂ. അതിന് നമ്മൾ തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത്, മോളെ ഈ സാരി എങ്ങനെയുണ്ട്, ഞാൻ എടുത്തിട്ട് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. കൊള്ളാച്ചമ്മേ, അച്ഛമ്മ ഇപ്പൊ വലിയ ആളായി പോയല്ലോ. ഇവിടെ വന്നപ്പോൾ അച്ഛമ്മയുടെ കോലമൊക്കെ ഞങ്ങൾ കണ്ടതാണ്. എപ്പോഴും എല്ലാവരും ഒരേപോലെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് കുശുമ്പല്ലേ? എൻ്റെ മുന്നിൽ കുശുമ്പൊന്നും വേണ്ട. ഈ സരസ്വതിയെ ശ്രീനിലയത്തിലായിരുന്നപ്പോഴേ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെന്ന് സുമിത്രയോടൊന്ന് ചോദിച്ചു നോക്ക്. നീയും ഇടക്കൊക്കെ കണ്ടിട്ടുള്ളല്ലേ. പിന്നെ ചില ഗതികേടുകളൊക്കെ വന്നു, അതുകൊണ്ട് സരസ്വതിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ സരസ്വതിയും പറയണം. അപ്പം സരസ്വതിയുടെ പൊങ്ങച്ച വർത്താനൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്കും അതേപോലെ തന്നെ പൂജയ്ക്കും വലിയൊരു തൃപ്തിയൊന്നും തോന്നിയില്ല. ഏതായാലും വേണം. അപ്പം സുമിത്ര സാധാ ഒരു സാരിയെ കൊടുത്ത് സിമ്പിളായിട്ട് തന്നെ വരുന്നത്. അപ്പം സുമിത്രയുടെ സാരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതി അമ്മ, നീ എന്താ സുമിത്രേ, നീ എന്താ ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്? ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നല്ലൊരു സാരിയും നല്ല ഗെറ്റപ്പോടെയൊക്കെ പോകണ്ടേ, അതും വലിയൊരു ഫംഗ്ഷനാണ്. ഇത് കേട്ട സുമിത്രയാണെങ്കിൽ എന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി, അല്ലാതെ കൂടുതൽ ആഡംബരമൊന്നും കളിച്ച് പോകാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ പൂജയും അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു വസ്ത്രമൊക്കെ കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ പങ്കജും അതേപോലെ തന്നെ ഈ നമ്മുടെ പങ്കജിൻ്റെ അമ്മയും പങ്കജിൻ്റെ ഭർത്താവും പങ്കജിൻ്റെ അച്ഛനും ഇങ്ങനെ എല്ലാവരും കൂടി ഫംഗ്ഷനുള്ള ഒരുക്കങ്ങളിലേക്ക് ഗ്രാൻഡായിട്ടാണ് അങ്ങോട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് എല്ലാവരും അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. രഞ്ജിതയാണെങ്കിൽ ഭയങ്കര പൊങ്ങച്ചം. കണ്ടില്ലേ അരവിന്ദേട്ടാ, എൻ്റെ മോൻ്റെ പിറന്നാൾ ആഘോഷം ഞാൻ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കണ്ടില്ലേ? രഞ്ജിതേ, ഇതിൻ്റെ ആഡംബരത്തിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഉണ്ട്. സുമിത്രയൊക്കെ വരുന്നല്ലേ. സുമിത്ര വരുമ്പോൾ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ, നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോ. അപ്പോൾ പങ്കജാണെങ്കിൽ പങ്കജിൻ്റെ മനസ്സിൽ വേറൊരു ഉദ്ദേശവും ഉണ്ടല്ലോ, ഈ പൂജയെ എങ്ങനെയെങ്കിലും തൻ്റെ വശത്താക്കുക. ഇനിയിപ്പോൾ പിറന്നാൾ ആഘോഷത്തിന് ഗംഭീര കളികളായിരിക്കും നമ്മുടെ പങ്കജ് കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പൂജയ്ക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അപ്പു വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അപ്പു ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ബർത്ത്ഡേ ആഘോഷത്തിന് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷം ഇങ്ങനെ പാട്ടുകളും കൂത്തുകളൊക്കെ വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ആഘോഷിക്കണം. അപ്പോഴാണ്
പൂജയും സുമിത്രയും സരസ്വതി അമ്മയൊക്കെ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ സരസ്വതി അമ്മ കയറി വന്നത്, എൻ്റെ ദൈവമേ, ഇതെന്താണ് ഞാൻ ഈ കാണുന്നത്? ഇത്രയും ആഡംബരമായിട്ടാണോ ഇവന്റെ പിറന്നാളാഘോഷം? ഇതിനു മുമ്പ് ഞാൻ ഇത്രയും വലിയൊരു പിറന്നാളാഘോഷമൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് സരസ്വതി അമ്മ അവിടെ കിടന്ന് കുണുകുണാന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ സുമിത്രയാണെങ്കിലും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അമ്മ എന്തിനിങ്ങനെ കുണുകുണാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പങ്കജ് വന്നിട്ട് പൂജയുടെ അടുത്തേക്ക് വരികയാണ്. പൂജയൊക്കെ വന്നല്ലോ, ആൻറ്റിയും അമ്മാമ്മയൊക്കെ വന്നല്ലോ, സന്തോഷമായി. നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ പങ്കജ് ചെയ്ത കാര്യങ്ങളെല്ലാം സുമിത്രയോട് പറയുകയുണ്ടായിരുന്നു നമ്മുടെ പൂജ. അപ്പോൾ പങ്കജിനോട് കൂടുതൽ സ്നേഹം തോന്നുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക്. അപ്പോൾ പൂജയും സുമിത്രയും സരസ്വതി അമ്മയൊക്കെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഇതാ നിങ്ങൾ അവിടെ സ്റ്റേജിൽ വന്ന് നിൽക്കുക, അവിടെ കേക്ക് മുറിക്കാനുള്ള സമയമൊക്കെ ആയല്ലോ. അപ്പോൾ സുമിത്ര പറയാണ്, വേണ്ട മോനെ, ഞങ്ങളേതായാലും ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുകയാണ്. അത് ശരിയാവില്ലല്ലോ, അങ്ങോട്ട് വാ, എങ്കിലും പൂജയെങ്കിലും വിട് മോളെ, പൂജയെ നീ ഏതായാലും അങ്ങോട്ട് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഈ പങ്കജിന്റെ ഒപ്പം പറഞ്ഞു കൊടുക്കണം. അപ്പൊ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ധൃതിയാണ് ആ സ്റ്റേജിന്റെ അങ്ങോട്ട് കയറി പോകാനായിട്ട്. അപ്പൊ സരസ്വതി അമ്മയോട് പറയണം, അമ്മ ഇവിടെ നിൽക്ക്, അമ്മ ഇവിടെ നിന്നാൽ മതി, പൂജയല്ലേ അവിടെ നിൽക്കേണ്ടത്, അതുകൊണ്ട് പൂജയുടെ ഒപ്പം നിന്നോട്ടെ. ശരി, പൂജയെങ്കിൽ പൂജ പോയി നിൽക്കട്ടെ. അവൻ എന്തുകൊണ്ടാണ് പൂജയെ മാത്രം ക്ഷണിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്തറിയാന്ന് അമ്മ അതും ഇതും ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ പൊളിച്ചെടുക്കുകയാണ്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഒരു ഇത് വരികയാണ്, അവിടെ കേക്ക് മുറിക്കാനുള്ള ഇത്. അപ്പൊ പൂജ വന്ന് അടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ രഞ്ജിതയ്ക്കാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, പൂജ അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ രഞ്ജിതയാണെങ്കിൽ സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പങ്കജിനോട് ചോദിക്കണം, നീ എന്തിനാണ് പൂജനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മേ, ദേ ഞാൻ വിളിച്ചിട്ടില്ലേ പൂജ വന്നത്, പിന്നെ നമ്മുടെ സ്റ്റാഫുമാണ്, അതുകൊണ്ട് പൂജ ഇവിടെ നിൽക്കട്ടെ. അങ്ങനെ അവിടെ കേക്ക് മുറി നല്ല ആഘോഷമായിട്ട് എടുക്കുകയാണ്. പക്ഷേ നമ്മുടെ പങ്കജ് പൂജയുടെ വായിലോട്ട് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എടുത്ത് വായിക്കും ഈ സരസ്വതി അമ്മ സുമിത്രയോട് പറയണത്, അത് കണ്ടോ, വേറെ ആർക്കും വെച്ചു കൊടുക്കാതെ പങ്കജ് പൂജയുടെ വായിൽ തന്നെ കേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നു. ഇതെന്താണ് ഇതിനർത്ഥം? അപ്പോൾ സുമിത്രയ്ക്ക് അത് വലിയ പന്തികേടായിട്ട് അങ്ങോട്ട് തോന്നിയില്ല. അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നീട് നമ്മുടെ രഞ്ജിതയ്ക്കും രഞ്ജിതയുടെ ഭർത്താവിനും ഒക്കെ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ബർത്ത്ഡേ ഇതിങ്ങനെ കഴിയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ രഞ്ജിത ആ പ്ലാൻ അങ്ങോട്ട് നടപ്പിലാക്കുകയാണ്. സുമിത്ര പക്ഷെ അത് കണ്ടും പിടിക്കുകയാണ്. കാരണം സുമിത്രയെ കള്ളിയാക്കാൻ വേണ്ടി വലിയൊരു സ്വർണമാല സുമിത്രയുടെ ബാഗിൻ്റെ ഉള്ളിൽ കൊണ്ടിടുകയാണ്. പക്ഷെ അത് സുമിത്ര കണ്ടുപിടിച്ചു. അങ്ങനെ സുമിത്ര നേരെ അങ്ങോട്ട് വന്നിട്ട്, എന്തിനാണ് രഞ്ജിതേ, നീ എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്തത്? എന്നെ കുടുക്കിലാക്കാൻ വേണ്ടിയോ, എന്നെ കള്ളിയാക്കാൻ വേണ്ടിയോ? ഇത് നിന്റെ മാലയാണ്, നീ ചെയ്ത ഏർപ്പാട്. ഇതൊന്നും ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് നീ വിചാരിച്ചോ? അപ്പൊ പൂജയുടെ മുന്നിലും ആ മാല ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട രഞ്ജിതയാണെങ്കിൽ നാണം കെട്ട് നാറാണക്കല്ലെടുത്ത ഒരവസ്ഥ. അവിടെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് പോവുകയാണ്. ഇത്രയും നാണം കെട്ട ഏർപ്പാടിന് വേണ്ടിയാണോ രഞ്ജിതേ നീ എന്നെ വിളിച്ചിവിടെ വരുത്തിയത്? പക്ഷേ എന്നെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോഴും നീയൊന്നും പറയാതെ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു നിനക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയാണെന്ന്. പക്ഷേ ഈ സുമിത്രയുടെ മുന്നിൽ അതൊന്നും നടക്കില്ല. അങ്ങനെ അവിടെ വലിയൊരു വഴക്കുണ്ടാവുകയാണ്. അങ്ങനെ വഴക്കുണ്ടായ ശേഷം പൂജയും കൊണ്ട് സരസ്വതിയമ്മയും കൊണ്ട് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് പടി ഇറങ്ങുകയാണ്. പങ്കജിനാണെങ്കിൽ ആകെ നാണം കെട്ടൊരവസ്ഥയായിപ്പോയി. അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചത്? മമ്മിക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പം പൂജയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും മമ്മി എന്നും പറഞ്ഞുകൊണ്ട് കുണുകുണാന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ രഞ്ജിതയ്ക്കാണെങ്കിൽ നാണം കെട്ടൊരവസ്ഥയായിപ്പോലോ, ആകെ കലിപ്പി വന്നൊരവസ്ഥ. അങ്ങനെ പിന്നീട് നമ്മുടെ സുമിത്രയാണെങ്കിൽ അതെല്ലാ കാര്യങ്ങളെല്ലാം മറന്നു. അങ്ങനെ സുമിത്ര ഇനിയിപ്പോൾ ശീതളിന്റെ കാര്യത്തിൽ കൂടുതൽ ഏർപ്പാട് ചെയ്തേ മതിയാവുള്ളൂ. ആ രണ്ടും കൽപ്പിച്ച് നമ്മുടെ സുമിത്ര ശീതളിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പൂജയോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതായാലും അങ്ങോട്ട് പോവുകയാണ്, എന്തെങ്കിലും രണ്ടും കൽപ്പിച്ച് എനിക്ക് അവിടുത്തെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ സുമിത്ര അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമ്മ പോകുന്നില്ല, ഇല്ല പോകുന്നില്ല, ഞാൻ സച്ചിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല ശീതളെ എന്ന് സുമിത്ര പറയുകയാണ്. ഞാൻ തന്നെ പാചകം എല്ലാം ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുക്കളയോട്ട് കയറി ഓരോ കാര്യങ്ങളും ചെയ്യണം. പക്ഷെ അടുക്കളയിൽ നിന്നൊരു സാധനം കിട്ടുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക്. അത് ഈ സച്ചിൻ്റെ കുറച്ച് ഇത് ഉപയോഗിക്കുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മയക്കമരുന്ന് ഡ്രിങ്ക്സ് ആണ് അങ്ങനെ എന്തോ സാധനങ്ങളാണ് സുമിത്രയുടെ കൈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി, ഇവൻ നിസാരക്കാരനല്ല എന്ന്. പക്ഷേ നമ്മുടെ സച്ചിൻ പഴയ സച്ചിനല്ല, സച്ചിന് പല സ്വഭാവ മാറ്റങ്ങളും ഉണ്ടായിരിക്കണം. അതും മാറ്റങ്ങളുണ്ടായിരിക്കണം. ഈ സച്ചിന് കുറേ ഒളിക്കുന്ന സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്.
അപ്പോൾ സച്ചിൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ആരെ സുമിത്ര ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒലിപ്പീര് സ്നേഹമൊക്കെ അവിടെ കാണിക്കുകയാണ്. പക്ഷേ സുമിത്ര അവിടെ നിൽക്കും തോറും സച്ചിന് അബദ്ധങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിൻ്റെ പിന്നാലെ തന്നെയുണ്ട് നമ്മുടെ സുമിത്രയുടെ കണ്ണും. അങ്ങനെ ആ സച്ചിൻ്റെ ആ കള്ള രഹസ്യം അവിടെ സുമിത്ര കണ്ടുപിടിക്കുകയാണ്. അത് കണ്ടുപിടിച്ചപ്പോഴാണ് സുമിത്രയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി, എന്തുകൊണ്ടാണ് ശീതളെ ഉപദ്രവിക്കാനുള്ള കാരണമെന്ന്. അങ്ങനെ ഇരിക്കെ നമ്മുടെ പ്രതീഷ് ജയിലിലാണല്ലോ. അപ്പോൾ പ്രതീഷ് ജയിലിലായപ്പോൾ നമ്മുടെ അനിരുദ്ധാണെങ്കിൽ പ്രതീക്ഷ എവിടെ എന്നൊക്കെയുള്ളൊരു ആലോചന ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പ്രതീഷിന്റെ കാര്യം ഈ പ്രേമയുടെ ഭർത്താവ് വിശ്വം പറയുകയുണ്ടായി. നിന്റെ അനിയൻ എവിടെയാണെന്ന് എനിക്കറിയാമെന്ന്. എവിടെയാണ് എൻ്റെ അനിയൻ എവിടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ ജയിലിലാണ്. ജയിലോ? എന്തിനാണ് അവൻ ജയിലിൽ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ ഡീറ്റെയിൽസ് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ അനിരുദ്ധ നേരെ ജയിലിലേക്ക് കാണാനായിട്ട് ചെല്ലുകയാണ്. ജയിലിലേക്ക് കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷൻ്റെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് തകർന്ന നിലയിൽ നിൽക്കുകയാണ് നമ്മുടെ അനിരുദ്ധ. ദൈവമേ, പ്രതീക്ഷ നീ എങ്ങനെയാണ് ജയിലിലായത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും അവിടെ പറയുകയാണ്. ഇനി കാണാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ട്വിസ്റ്റ് നടക്കുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും. ആ ട്വിസ്റ്റുകൾക്കായി എല്ലാവരും കാത്തിരിക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.